കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കുസാറ്റിലെ ഒരുപാട് കോഴ്സുകൾക്കുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ കാറ്റ് 2025 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഡിഗ്രി കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും അതുപോലെ PG കഴിഞ്ഞവർക്കും ഒക്കെയുള്ള എക്സാമുകളുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് +2 കഴിഞ്ഞ കുട്ടികളുടെ കേസ് മാത്രമാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് പറയുന്നില്ല, ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു തുടക്കം മാത്രം ഇതിൽ പറയുന്നു. അതിൽ മെയിനായിട്ടുള്ള കോഴ്സ് ബിടെക് പ്രോഗ്രാംസ് ആണ്. ഈ 11ഓളം കോഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന 11ഓളം ബിടെക് കോഴ്സുകൾ 8 സെമസ്റ്ററായിട്ട് നടത്തുന്ന 11ഓളം കോഴ്സുകൾ, അതേപോലെ 8ഓളം ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫോട്ടോണിക്സ്, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MSc ഇൻ ബയോളജിക്കൽ സയൻസ്, MSc ഇൻ കെമിസ്ട്രി, MSc ഇൻ മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ഇങ്ങനെ 8ഓളം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കും അതേപോലെ 3ഓളം ലോ പ്രോഗ്രാമുകൾ, MCA പ്രോഗ്രാമുകൾ, ഇതിനൊക്കെയുള്ള അഡ്മിഷൻ ടെസ്റ്റാണ് വരുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്ലിക്കേഷൻ ആൻഡ് അഡ്മിഷൻ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൽ മജോറിറ്റി എല്ലാത്തിനും കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ കാറ്റ് 2025 ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് അതിനുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഇത് പ്രകാരമാണ് മജോറിറ്റി കേസിലെയും അല്ലെങ്കിൽ മജോറിറ്റി കോഴ്സുകളുടെയും അഡ്മിഷൻ നടക്കുക. പ്രധാനമായിട്ടും 3 ക്യാമ്പസുകളാണ് കുസാറ്റിനുള്ളത്. ഒന്ന് മെയിൻ ക്യാമ്പസ് തൃക്കാക്കര കളമശ്ശേരി, രണ്ടാമത്തേത് കുട്ടനാട് ക്യാമ്പസ്, മൂന്നാമത്തേത് ലേക്ക് സൈഡ് ക്യാമ്പസ്. ഇങ്ങനെ 3 ക്യാമ്പസുകളിലായിട്ടാണ് പ്രോഗ്രാംസ് നടക്കുന്നത്. അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽ. അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 രൂപയാണ്. അതായത് ഈ SC കാറ്റഗറി അല്ലെങ്കിൽ ST കാറ്റഗറി സ്റ്റേറ്റ്, അതായത് കേരളത്തിലെ SC അല്ലെങ്കിൽ കേരളത്തിലെ ST കാറ്റഗറി കുട്ടികൾ 700 രൂപ അടച്ചാൽ മതിയാവും. ബാക്കി എല്ലാവരും 1500 രൂപയാണ് അടയ്ക്കേണ്ടത്. SC ST ഒഴികെയുള്ളവർ 1500 രൂപ അടയ്ക്കണം. അത് ഒരു എക്സാമിന് വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങൾ അഡീഷണൽ, അതായത് കുറേ എക്സാമുകളുണ്ട്, കുറേ കോഡുകളായിട്ട് കുറേ എക്സാമുകളുണ്ട്. അതിൽ ഒരു എക്സാമിന് വേണ്ടിയാണ് ഈ 1500. നിങ്ങൾ ഒന്നിലധികം എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ അഡീഷണൽ കോഴ്സുകൾക്കും എക്സാമുകൾക്കും 500 രൂപ അഡീഷണലി അടയ്ക്കണം, ജനറൽ കാറ്റഗറി. എന്നാൽ നേരെ തിരിച്ച് SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 250 രൂപ അടച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ബിടെക് മാത്രമേ നോക്കുന്നുള്ളൂ എങ്കിൽ ഈ 1500 മാത്രം അടച്ചാൽ മതി. നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് കൂടി നോക്കുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ ഇൻ്റഗ്രേറ്റഡും വേണ്ട, ചില ഇൻ്റഗ്രേറ്റഡ് ആ കോഴ്സിൽ തന്നെ. അത് ഞാൻ എക്സാമിൻ്റെ ഡീറ്റെയിൽ പറയാം. അങ്ങനെ ഒരു എക്സാമാണ് എഴുതുന്നതെങ്കിൽ 1500, 2 എഴുതുന്നുണ്ടെങ്കിൽ 1500 + 500. എന്നാൽ ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 700 250. ഒരു എക്സാമേ ഉള്ളൂങ്കിൽ 700 മാത്രം അടച്ചാൽ മതി. SC ST കാൻഡിഡേറ്റിന് ഈ 700 250. അഡീഷണലി എഴുതുന്നുണ്ടെങ്കിൽ 250 കൂടി അടയ്ക്കണം. ജനറൽ കാറ്റഗറി 1500, അഡീഷണൽ എഴുതുന്നുണ്ടെങ്കിൽ 500. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സാം ഡീറ്റെയിൽ അല്ലെങ്കിൽ ഫീസ് ഡീറ്റെയിൽ, എക്സാമിൻ്റെ ഫീ ഡീറ്റെയിൽ. ഇനി എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ ആ സൈറ്റ് കൊടുത്തിട്ടുണ്ട്, admission.kusat.ac.in. ഈ സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്ന്, രജിസ്ട്രേഷൻ. നിങ്ങൾ ഈ സൈറ്റിൽ കയറി അപ്ലൈ ഹിയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ പ്രൈമറി സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ ID പാസ്വേഡ് ഒക്കെ കിട്ടും. അങ്ങനെ കിട്ടിയ യൂസർ ID പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റെപ്പ് 2-ൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് റിസർവേഷൻ, അതായത് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസും അങ്ങനെ ആ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം ആൻസർ കൊടുത്ത് നിങ്ങൾ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 3 എന്താണ്? ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഇത് രണ്ടും അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. 100 തുടങ്ങി 500 KB ഉള്ളിൽ സൈസ് ഉണ്ടാവണം. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റ് ആയിരിക്കണം. നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കേണ്ടത് 10 KBക്കും 100 KBക്കും ഇടയിലുള്ള സൈസിലായിരിക്കണം. അതും JPG ഓർ JPEG ഫോർമാറ്റ് ആയിരിക്കണം. അപ്പോൾ 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. 4ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാം. ഏതൊക്കെ കോഴ്സുകൾക്കാണ്, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കാണോ, ബിടെക് കോഴ്സുകൾക്കാണോ, രണ്ടും കൂടിയാണോ, ഇതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ചൂസ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 5, ഷോർട്ട് പ്രിവ്യൂ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിവ്യൂ കാണാം. ഈ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൺസേൺ പേജിൽ പോയി നിങ്ങൾക്ക് ആ ചേഞ്ച് വരുത്താം. അങ്ങനെ ഓരോ പേജുകളിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രിവ്യൂവിൽ ഒരു വ്യത്യാസവും ഇല്ല, കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സബ്മിഷൻ കൊടുക്കാം. വൺസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണ് സെൻറ്റർ സെലക്ഷൻ. അതായത് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ചൂസ് ചെയ്യേണ്ടത് 7ാമത്തെ സ്റ്റെപ്പായിട്ടാണ്. നോർമലി ഈ 7ാമത്തെ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ആ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ച് വെക്കണം. നിങ്ങളൊന്നും അയക്കേണ്ടതൊന്നുമില്ല, പക്ഷേ ഇത് സൂക്ഷിച്ച് വെക്കണം. പിന്നീട് നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ കൺഫർമേഷൻ പേജ് ആവശ്യം വരും. അതിൽ ആദ്യത്തേത് ടെസ്റ്റ് കോഡ് 101 എന്ന് പറയുന്ന കോഡ്. അത് സാധാരണ രീതിയിലുള്ള BE BTech കോഴ്സുകൾ, അതേപോലെ തന്നെ
ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കുന്ന MSc കമ്പ്യൂട്ടർ സയൻസ്, ഫോട്ടോണിക്സ്, ഇതിനൊക്കെ ഈ 101 തന്നെയാണ്. അപ്പോൾ ഇതിൽ 225 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഈ 225 ക്വസ്റ്റിൽ 90 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നായിരിക്കും, 75 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നായിരിക്കും, 60 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നായിരിക്കും. ഇതിൻ്റെ ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. ഓക്കെ, അതിൽ 60 മിനിറ്റ് നിങ്ങൾക്ക് എന്തിനാണ്? ഫിസിക്സ് എക്സാമിന് വേണ്ടിയാണ്. 45 മിനിറ്റ് നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാമിന് കിട്ടും. 75 മിനിറ്റ് നിങ്ങൾക്ക് മാത്സ് എക്സാമിന് കിട്ടും. ഇതിൽ ഈ 101 കോഡ് എക്സാം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഈ 10 മാർക്ക്, അതായത് മിനിമം 10 മാർക്ക് നിങ്ങൾ മാത്സിന് വാങ്ങണം. ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടി ചേർത്തി 10 മാർക്ക് കൂടി വേണം. അപ്പോൾ ഇതൊരു മിനിമം മാർക്കുണ്ട്. ഇതിൽ താഴെയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരില്ല. ഫിസിക്സും കെമിസ്ട്രിയും ചേർത്ത് മിനിമം 10 മാർക്ക്, മാത്സിന് സെപ്പറേറ്റും 10 മാർക്ക് വേണം. ഇങ്ങനെയാണ് അതിൻ്റെ എലിജിബിലിറ്റി പറയുന്നത്, എക്സാമിൻ്റെ എലിജിബിലിറ്റി പറയുന്നത്. ഇനി മാർക്കിംഗ് സ്കീം നോക്കുക. ഓരോ കറക്റ്റ് ഉത്തരത്തിനും 3 മാർക്ക് കിട്ടും. ഒരു ആൻസർ തെറ്റിയാൽ -1 ആണ്, അതും ശ്രദ്ധിക്കണം. 3 മാർക്ക് കറക്റ്റ്, -1 തെറ്റിന്. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ 0, +2 ഇല്ല, -2 ഇല്ല. നേരെ തിരിച്ച് നിങ്ങൾ BTech മറൈൻ എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അല്ല, പകരം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് CET പാസ്സായിരിക്കണം. അത് നടത്തുന്നത് ഇന്ത്യൻ മാരിടൈം IMUൻ്റെ എക്സാമാണ്. അത് ക്വാളിഫൈ ആവണം. ഞാൻ നേരത്തെ പറഞ്ഞു പല എക്സാമുകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ മാത്സ്, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ MSc ഇൻ കെമിസ്ട്രി, MSc ഇൻ ഫിസിക്സ്, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഫോട്ടോണിക്സ്, ഇവരൊക്കെ എഴുതേണ്ടത് 101 എന്ന് പറയുന്ന കോഡാണ്. എന്നാൽ നേരെ തിരിച്ച് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസ് ആണെങ്കിൽ അവർ എഴുതേണ്ടത് 104 ആണ്. അങ്ങനെ ഓരോ ടീമിനും ഓരോ കോഡാണ്. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ 101-ാമത്തെ കോഡ് അല്ലെങ്കിൽ 104, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ആ ടെസ്റ്റ് ഡീറ്റെയിൽ ഏത് വേണമെന്ന് തീരുമാനം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ 101 മാത്രമാണ് എഴുതുന്നതെങ്കിൽ 1500 രൂപ അടച്ചാൽ മതി. ഇനി നിങ്ങൾ 101, 104 എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡീഷണലി ഒരു പേയ്മെൻറ്റ് കൂടി ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ഒന്നിലധികം എക്സാമുകളുണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. എക്സാമ്പിളായിട്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 101 നിങ്ങൾ എടുക്കുന്ന കോഡെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിന് 75 ക്വസ്റ്റൻ ഉണ്ടാവും, കെമിസ്ട്രിക്ക് 60 ക്വസ്റ്റൻ ഉണ്ടാവും, മാത്സിന് 90 ക്വസ്റ്റൻ ഉണ്ടാവും. മാർക്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് വീതമാകുമ്പോൾ ഇതാണ് ഡ്യൂറേഷനും ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സമയമാണ് കിട്ടുക. എന്നാൽ നിങ്ങൾ 104 ചെയ്യുന്നെങ്കിൽ ഫിസിക്സിന് 75 തന്നെ പഴയ പോലെ, കെമിസ്ട്രിക്ക് 60 തന്നെ, മാത്സിന് പകരം അവിടെ ബയോളജി 90 ക്വസ്റ്റൻ ഉണ്ടാവും. പാറ്റേൺ ഒക്കെ സെയിം തന്നെ, മാർക്കിംഗ് സ്കീമൊക്കെ സെയിം തന്നെ. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്ന് തുടങ്ങിയാണ് രജിസ്ട്രേഷൻ? ഫെബ്രുവരി 6 തുടങ്ങി മാർച്ച് 10 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവും. ഇനി ആ രജിസ്ട്രേഷന് ശേഷം ഈ മാർച്ച് 10 കൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. എക്സാം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10, 11, 12 മെയ് മാസം 10, 11, 12 തീയതികളിലായിട്ടാണ് എക്സാം ഉണ്ടാവുക. അത് ഡീറ്റെയിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും. ഇതൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് മാത്രമാണ്, ചിലപ്പോൾ മാറാം, ചിലപ്പോൾ അതേ ഡേറ്റിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ സെൻറ്റർ, ഏതാണ്, എന്നാണ് നിങ്ങളുടെ എക്സാം, ഏത് സ്ലോട്ടിലാണ് എന്നുള്ളതൊക്കെ പിന്നാലെ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേ അറിയാൻ പറ്റൂ. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ് എക്സ്റ്റൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.